നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ നമുക്ക് മുംബൈക്ക് പോകാനുള്ള എയർ ടിക്കറ്റാ 2 എണ്ണം. ഏതായാലും ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. രാവിലെ ഒരു 5-5:30 മണിക്ക് നീ പുറത്തേക്ക് ഇറങ്ങണം. വേറെ ലഗേജ് ഒന്നും എടുക്കരുത്. രാവിലെ ക്ഷേത്രത്തിൽ പോകുന്ന പോലെ ഇറങ്ങിയാൽ മതി. 7:30 മണിക്കാ ഫ്ലൈറ്റ്. നേരത്തെ തന്നെ നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. നീ റെഡി ആയിട്ട് ഗേറ്റിന് പുറത്ത് വേണം നിൽക്കാൻ. എന്താ നടക്കൂതൊക്കെ? നടക്കും. എന്റെ വല്യുഞ്ഞിനെ കാണാൻ എന്ത് വേണമെങ്കിലും ചെയ്യും ഞാൻ. അനികുഞ്ഞ് പറഞ്ഞാ മതി. ശരി, എങ്കിലിനി കൂടുതലൊന്നും പറയല്ല. നമ്മൾ തീരുമാനിച്ചു. ഇനി വെറുതെ കരഞ്ഞു കാണിച്ചു കൊടുത്ത ആൾക്കാർക്ക് സംശയം തോന്നിപ്പിക്കാതെ അവിടെ ഔട്ട് ഹൗസിലേക്ക് പൊക്കോ. അരവിന്ദ്, നമ്മുടെ സ്റ്റാഫുകളുടെ ഇൻഷുറൻസ് പ്രീമിയം തുക അടയ്ക്കാനുള്ള സമയമായി. 2 ദിവസത്തിനകം നമ്മളത് ചെയ്തിരിക്കണം. ഇന്ന് റിമൈൻഡർ മെയിൽ വന്നപ്പോഴാ ഞാനത് ഓർത്തത്. നീ അത് ശ്രദ്ധിച്ചില്ലെന്നാണല്ലോ തോന്നുന്നത്. സോറി അമ്മേ, ശ്രദ്ധിച്ചില്ല. എന്നാലേ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം. തൊഴിലാളികൾക്ക് നമ്മൾ കൊടുക്കുന്ന പെൻഷൻ പോലെ മറ്റൊരു പെൻഷൻ കൂടി ഉറപ്പാക്കുന്നതാണ് ഈ ഇൻഷുറൻസ് പോളിസി. മനസ്സിലായോ? മൾട്ടിനാഷണൽ കമ്പനികളിൽ വൻ ശമ്പളത്തിന് ജോലി ചെയ്തു വന്ന ലക്ഷക്കണക്കിന് പേർ കമ്പനി തകർന്നപ്പോൾ വെറും കൈയോടെ തെരുവിലിറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഇതെന്ന് തൊഴിലാളികൾക്ക് ബോധവൽക്കരണം നടത്തിയതുപോലെ മാനേജ്മെന്റ് സ്റ്റാഫിനും നമ്മൾ ക്ലാസ് കൊടുക്കണം. യു ഫോളോ മൈ പോയിന്റ്? മനസ്സിലായ ഉടൻ ചെയ്തോളാം. പിന്നെ എനിക്ക് നാളെ ബാംഗ്ലൂർ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. അത് രാവിലെ പോകേണ്ടി വരും. ബിസിനസ് മീറ്റിംഗാ? അതെന്താ പെട്ടെന്നൊരു മീറ്റിംഗ്? എവിടെ വെച്ചാ മീറ്റിംഗ്? നീ ഒന്നും മുമ്പേ പറഞ്ഞില്ലല്ലോ. അതച്ചാ പെട്ടെന്നൊരു തീരുമാനമാണ്. ഈ MG ബിൽഡേഴ്സ് ആയിട്ടൊരു ഡീല്. അവരുടെ ഒരു സ്റ്റീൽ നിർമ്മിക്കാനുള്ള കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ട്രാൻസ്പോർട്ടേഷന് നമ്മുടെ ഹെൽപ്പ് വേണം. ഞാനെല്ലാം വിശദമായിട്ട് പിന്നീട് പറഞ്ഞ പോരെ? ഞാൻ നല്ല ടയേർഡാ. ഓ സോറി. മുമ്പ് ഫ്രഷ് ആവും. ചെല്ലേ, യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സമാധാനത്തിൽ പറഞ്ഞാൽ മതി. ശരി അച്ഛാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ് നൈറ്റ് മോനെ. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്. കല്യാണിയുമായി പുറത്തു വെച്ച് എന്തായിരുന്നു സംസാരം? ആഹാ, പുറത്തുനിന്ന് സംസാരിച്ചതൊക്കെ ഒളിഞ്ഞിന്ന് കേൾക്കുമായിരുന്നോ? MBA ഗോൾഡ് മെഡലിസ്റ്റ്. നന്നായിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഏട്ടത്തിയാവാൻ പോകുന്ന പെണ്ണിനോട് ശൃംഗരിക്കില്ല. തൽക്കാലം അതറിഞ്ഞ പോരെ എൻ്റെ ഭാര്യയ്ക്ക്. അത് മനസ്സിലായി. പക്ഷേ എന്തോ കൈമാറുന്നത് കണ്ടല്ലോ കടലാസില്. ഓ, ഏട്ടന്റെ പ്രണയദൂത് കൈമാറിയതായിരിക്കും അടുക്കളക്കാരിക്ക്. ഉളുപ്പ് തോന്നുന്നില്ലേ അരവിന്ദ് ഇങ്ങനെ ബ്രോക്കറായി നടക്കാൻ? നാണക്കേടും. സോറി, ഇക്കാര്യത്തിൽ എനിക്ക് നാണവുമില്ല നാണക്കേടുമില്ല, ലെവലേശമില്ല. അറിയാം, അന്തസ്സുള്ളവർക്കേ അതൊക്കെ കാണൂ. അല്ലെങ്കിലേ അടുക്കളക്കാരിയുടെ പുറകെ നടക്കുകയല്ലേ ചേട്ടൻ. അനിയൻ എങ്ങനെ നന്നാവും? നന്ദന പ്ലീസ്, വാക്കുകൾ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. ഞാൻ പഴയ അറിവുണ്ടായിരുന്നെങ്കിലേ നാളെ ഡെന്റിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടി വന്നേനെ എൻ്റെ ഭാര്യയ്ക്ക്. ഓ, അത്തരം ഡയലോഗൊന്നും പറയണ്ട. ഡൊമസ്റ്റിക് വയലൻസിനിവിടെ വകുപ്പ് വേറെയുണ്ട്. എന്നാ പോയി കേസ് കൊടുക്കടി. ഞാൻ ബാംഗ്ലൂർ പോയി വന്നിട്ടേ നേരെ കോടതി വന്നാളോ നിന്നെ കാണാൻ. സന്തോഷം. അല്ല, ഇങ്ങോട്ട് കേറി വരുന്ന വഴിക്ക് ആന്റിയോട് അതിരാവിലെ ബാംഗ്ലൂരിലേക്ക് പോകുന്നു പറയുന്ന കേട്ടല്ലോ. എന്താണാവോ പെട്ടെന്നൊരു പോക്ക്? നാളെ അർജന്റ് ഒരു കമ്പനി മീറ്റിംഗ് ഉണ്ട്.
രാവിലത്തെ ഫ്ലൈറ്റിൽ പോകണം. മനസ്സിലായി. ഇപ്പൊ യാത്രയ്ക്ക് ആന്റി എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ, അതെന്താ? ഓ, ഞാൻ നിന്നോടൊപ്പം വരുമെന്ന് പറയുമ്പോഴേ ഉള്ളോ ആന്റിക്ക് എതിർപ്പ്? മൈ ഗോഡ്, എന്തിനാ നന്ദനെ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത എഴുതാപ്പുറങ്ങളൊക്കെ വായിക്കാൻ പോകുന്നേ? അല്ല, നിനക്കിപ്പോ എന്താ ആവശ്യം? ആവശ്യമുണ്ട്. അരവിന്ദ് നാളെ ബാംഗ്ലൂർക്ക് പോകുന്നില്ല, അത്ര തന്നെ. വാട്ട്? നീയാണോ എന്റെ സ്കെഡ്യൂൾ തീരുമാനിക്കുന്നത്? ഹു ദ ഹെൽ ആർ യു? യുവർ വൈഫ് ഹു ഈസ് ലിവിംഗ് ഇൻ എ ഹെൽ. ആ നരകത്തിൽ കിടന്നുകൊണ്ട് ഞാൻ നിന്റെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നു. നീ നാളെ ബാംഗ്ലൂർക്ക് പോകുന്നില്ല. നാളെ നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. എന്റെ ക്ലാസ്മേറ്റ് ജാനകിയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ. സോറി സി നന്ദന, നാളെ ബാംഗ്ലൂർ എനിക്ക് അർജന്റ് മീറ്റിംഗ് ഉണ്ട്, പോയേ പറ്റൂ. നാളത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ നിനക്ക് ഒറ്റയ്ക്ക് പോവാം. ഇഫ് പോസിബിൾ മറ്റന്നാൾ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി പോവാം. അവർക്ക് സന്തോഷമാവുകയും ചെയ്യും. അതേ നടക്കൂ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. നടക്കില്ല അരവിന്ദ്. ഞാൻ പറഞ്ഞതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. നാളെ അരവിന്ദ് ബാംഗ്ലൂർക്ക് പോകുന്നില്ല. നമ്മൾ ഒരുമിച്ച് ബർത്ത്ഡേ ഫംഗ്ഷന് പോകുന്നു, അതാണ് തീരുമാനം. ഒരു തീരുമാനവുമില്ല. ഞാൻ പോണോ പോണ്ടേ തീരുമാനിക്കുന്നതേ ഞാനാ, അല്ലാതെ എന്റെ ഭാര്യയല്ല. അരവിന്ദ് വളർന്നതേ തൃച്ചംബർ തകിലാണ്ടേശ്വരിയുടെ മുലപ്പാൽ കുടിച്ച. നീ പോയി നിന്റെ പണി നോക്ക്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ ആ ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുക്ക്. നമുക്ക് കോടതി വെച്ച് തീരുമാനിക്കാം ഇനി അങ്ങോട്ട് ഒരുമിച്ച് പോണോ രണ്ടായിട്ട് പോണോന്ന്. അമ്മേ, നേരം വിളിക്കുമ്പോ ഞാൻ വല്ലുവിനെ കാണാൻ മുംബൈയിലേക്ക് പോവാണ്. കെട്ടുതാലിയുടെ ഭാരം കൊണ്ടാണോന്നറിയില്ല, വല്ലുവിന് അപകടം സംഭവിച്ചു എന്നറിഞ്ഞപ്പോ മുതൽ നെഞ്ചിലൊരു പിടച്ചില്ല. എനിക്ക് വല്ലുവിനെ കാണാണ്ടിരിക്കാൻ പറ്റണില്ല അമ്മേ. ഇവിടുന്ന് പോണെന്ന് ഒരു നിമിഷം കൊണ്ടെടുത്ത തീരുമാനമാണ് ഞാൻ. ചിലപ്പോ തെറ്റാകാം, പക്ഷേ ഇന്നെന്റെ വിശ്വാസം ഇതിന്റെ ശരിയാണെന്നാ. കെട്ടുതാലി അണിഞ്ഞ പെണ്ണിന്റെ മനസ്സ് എന്റെ അമ്മയ്ക്ക് മനസ്സിലാവും. എനിക്കത് മാത്രം മതി, അത് മാത്രം. എനിക്ക് യാത്ര ചോദിക്കാൻ പറ്റുന്നില്ല അച്ഛാ. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി മുറിഞ്ഞു പോവാ. ഏതായാലും ഈ കല്യാണിക്ക് ഒന്നറിയാം,
ഈ ലോകത്ത് ഒരു പെൺകുട്ടിക്കും ഇതുപോലൊരു അച്ഛനെ കിട്ടില്ല. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അച്ഛൻ എന്നോട് മാപ്പാക്കണം. മാപ്പ്, മാപ്പ്. ചേച്ചി രാവിലെ പോവും. വല്യുവിനെ കാണാണ്ടിരിക്കാൻ പറ്റാഞ്ഞിട്ടാ. നിനക്കറിയാലോ എല്ലാം. ആൻഡി, ഓ വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം വിലാസിനി വലിയ വില്ലത്തി. ഞാൻ ഇവിടെ അനുഭവിക്കുന്ന സങ്കടം വല്ലതും ആരെങ്കിലും അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ നമ്മുടെ ക്ഷേമത്തിൽ സ്വന്തം ഭർത്താവിനില്ലാത്ത താല്പര്യം മറ്റുള്ളവർക്ക് എങ്ങനെ ഉണ്ടാകാനാ? വേണ്ട സഹദേവേട്ട, ഒരു ന്യായവും പറയണമെന്നില്ല. ദേ, നിങ്ങളെയും പിള്ളേരെയും കാണാതെ ഇനിയും ഇങ്ങനെ തന്നെ തുടരാനാണെങ്കിൽ ഞാൻ വല്ല ലേഡീസ് ഹോസ്റ്റലിലും ചെന്ന് ചേരും. ഇപ്പോഴേ പറഞ്ഞേക്കാം. ഞാൻ ഫോൺ വെക്കാം. നീ എന്താടി ഇപ്പൊ തൃച്ചംബരത്തെ വിലാസിനിയുടെ പണി തുടങ്ങിയോ? ഒളിഞ്ഞു കേൾക്കലും കുത്തിത്തിരിപ്പും. അതെ, തൃച്ചംബരത്തെ മൂത്ത വില്ലത്തെ ഇപ്പോഴും ഞാൻ തന്നെയാ. നീയൊക്കെ വെറും ശിശുവാ. ഇനി അതല്ല, കുറച്ച് വില്ലത്തരം കൂടുതൽ പഠിക്കാനാണ് ഈ വന്ന് ഒളിഞ്ഞു കേൾക്കലെങ്കിൽ ദക്ഷിണ വെച്ചിട്ട് മതി മുന്നോട്ട് പോകും. എന്താ പറ്റൂ നിനക്ക്? നിക്കവിടെ. ഞാൻ വെറുതെ ഒരു കോമഡി പറയാൻ നോക്കിയിട്ടും നിനക്കൊരു മാറ്റമില്ലല്ലോ. എന്താ നിനക്കിത്ര ഗൗരവം? അരവിന്ദുമായി വഴക്കിട്ടോ നീ? എന്തായിരുന്നു പ്രശ്നം? അവൻ ബാംഗ്ലൂർക്ക് പോവാണെന്ന് പറയുന്നു. ദേ, ബാംഗ്ലൂർ ദേ അപ്പുറത്തല്ലേ?
അവൻ പോകുന്നെങ്കിൽ നീയും കൂടെ കേറി പോണം. അതിനെന്തിനാ ഇപ്പൊ വഴക്കിടുന്നേ? ഞാനത് പറഞ്ഞു. വെറും പറയലല്ല, കരഞ്ഞും ചിരിച്ചും സീരിയസ് ആയിട്ടും ഒക്കെ പറഞ്ഞു. പക്ഷെ അവൻ എന്നെ കൊണ്ടുപോകാൻ തയ്യാറല്ല. എന്നവൻ തീർച്ച പറഞ്ഞോ? പറഞ്ഞു. ഹാ, എന്നാ അവൻ പോകുന്നത് ബാംഗ്ലൂരല്ല, മറ്റെവിടേക്കോ ആണ്. എനിക്കും അത് തോന്നി ആന്റി. അവന്റെ ഈ യാത്ര എനിക്ക് മുടക്കണം. ആന്റി പറ, എങ്ങനെ അത് സാധിക്കും? ഹാ, വെരി ഗുഡ്. തൃച്ചംബരത്തപ്പോ സർവം സഹയൊന്നും അല്ലാത്ത സ്ത്രീകളും ഉണ്ട്. കൊള്ളാം. അതാ ഇപ്പോഴിനി എന്റെയും ലൈൻ. തടഞ്ഞു നിൽക്കുന്നവനെ തള്ളി മാറ്റണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ അജണ്ട നടപ്പാക്കാൻ. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൻ ഒരു കൂസലും ഇല്ല ആന്റി. രാവിലത്തെ ഫ്ലൈറ്റിൽ പോവെന്ന വാശിയില്ല. കഷ്ടം. നീ പറയുന്നത് സമാധാനത്തോടെ കേട്ട് അനുസരിക്കാൻ അവൻ ശിവരാമകൃഷ്ണന്റെ രക്തത്തിൽ മാത്രം പിറന്നവനല്ല, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മുലപ്പാല് കുടിച്ച് വളർന്നവനാ. ആന്റി ഈ തള്ളു ഡയലോഗ് കള. അവൻ നാളെ ഇവിടുന്ന് പോകാൻ പാടില്ല. ആ യാത്ര മുടങ്ങണം. അതിനിപ്പോ എന്താണ് ഒരു വഴി? അത് പറഞ്ഞാ മതി. എടി പെണ്ണേ, വഴികളൊന്നല്ല, 1000 ഉണ്ടാവും എന്നും പെണ്ണിന്റെ ആവനാഴിയിൽ. നീ കേട്ടിട്ടില്ലേ, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ലെന്ന്? അതുകൊണ്ടിപ്പോ നിനക്ക് അരവിന്ദ് കൃഷ്ണനെ എയ്തു വീഴ്ത്താൻ ഞാനൊരു ബ്രഹ്മാസ്ത്രം തന്നെ ഉപദേശിക്കാൻ പോവാ. കേൾക്കാൻ തയ്യാറാണോ നീ? വെറുതെ കേട്ടാ മാത്രം പോരാ, അനുസരിക്കുകയും വേണം. എന്താ, പറ്റുമോ? അച്ഛാ, അമ്മ, ആ നീ റെഡിയായോ? അതെ അമ്മ, ഞാൻ ഇറങ്ങാണ്. ശരി, പോയിട്ട് വരവൻ. താങ്ക് യു അമ്മ. ഫ്ലൈറ്റ് എപ്പോഴാ? 7:30 മണിക്ക് അച്ഛാ. ഓ, സമയമായല്ലോ. അല്ല, നന്ദൻ എഴുന്നേറ്റില്ലേ ഇതുവരെ? ദാ വരുന്നു ആന്റി. നന്നായി. ഭർത്താവ് ഏതെങ്കിലും യാത്ര പോകുമ്പോ ചിരിച്ച മുഖത്തോടെ ഭാര്യ വേണം യാത്രയാക്കാൻ. അതെ, അതൊരു ഹൈ പവർ എനർജിയാ. മാത്രമല്ല പോകുന്ന കാര്യം സക്സസ് ആവുകയും ചെയ്യും. ശരി അച്ഛാ, എന്നാ ഞാൻ അങ്ങോട്ട്. ആ, ശരി. അമ്മേ, ബൈ മോനെ. നന്ദന. എടേമേ, പോയിട്ട് വരാം.
നന്ദന 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 മോളെ മോളെ നന്ദന എന്തു പറ്റി? നന്ദനെ മോളെ നന്ദന നന്ദനെ കണ്ണു തുറക്ക് മോളെ നന്ദന കണ്ണു തുറക്ക്. മോളെ നന്ദനെ നന്ദനെ മോളെ നന്ദന കണ്ണു തുറക്ക്. നന്ദന